ഈ റബീഉൽ അവ്വലിലെ ജന്മദിനം 1500-ാമത്തതാണ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ റബീഉൽ അവ്വൽ മുൻ വർഷങ്ങളെക്കാൾ നമുക്ക് ഉഷാറാക്കണം. അതിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ട മഹല്ലിൽ നിങ്ങളൊക്കെ സഹകരിക്കും. എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ആളുകളാണ് എനിക്ക് മുമ്പേ അറിയുന്നത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധിതമായി സഹകരിച്ചുകൊണ്ട് എല്ലാ വീട്ടുകാരും, നമ്മുടെ മഹല്ലത്തിലെ എല്ലാ വീട്ടുകാരും عند الإله منعما تنعيما صلوا عليه وسلموا تسليما. ഈ ലോകത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, ആ നൂറിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും അചേതന ചേതന വസ്തുക്കളെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനത്തെ നബിയുടെ ജന്മദിനാണ് വരാൻ പോകുന്നത്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ, സ്വർണ്ണമല ഉണ്ടെങ്കിൽ, ഉഹദ് പോലത്തെ സ്വർണ്ണമലയുണ്ടെങ്കിൽ ഞാൻ അതിനെ അല്ലാഹു റസൂലിന്റെ മൗലിദിന് വേണ്ടി ചെലവഴിക്കുന്ന പറഞ്ഞത്. ഞാൻ വഅദ് പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് പറയുന്ന കഴിയുന്ന ഒരു സംഖ്യ. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട ജാഫർ ഒരു ചാക്ക് അരി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാഷും 35 ഒരു ചാക്ക് അരി തരാന്ന് പറഞ്ഞിട്ട് 6 ചാക്ക് അരിയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യുന്ന, പ്രത്യേകം നോട്ട് ചെയ്തോളി, ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒന്ന് PC മുഹമ്മദ് ഒരു ചാക്കാരി, മുഹമ്മദ് എന്ന് പറഞ്ഞല്ലേ, അതൊരു ചാക്കാരി, 6 ചാക്കാരിയാണ് പറഞ്ഞത്. ഒന്ന് വേഗം പറഞ്ഞു. ഹമീദ് ഒരു ചാക്കാരി, അഷ്റഫ് ഒരു ചാക്കാരി, 5 ആയി. ഒരു ചാക്ക് നമ്മുടെ ബഷീർക്ക ആയിക്കോട്ടെ. ഹമീദ് ഒരു ചാക്കാരി പറഞ്ഞു, ബഷീർക്ക് ഒരു ചാക്കാരി, ഹമീദ് ഒരു ചാക്കാരി. അൽഹംദുലില്ലാ, ഈ ചാക്കാരി 6 ചാക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിത് ഒരുപാട്, എനിക്ക് വലിയ സന്തോഷമാണ് ഈ മഹലിനെ സംബന്ധിച്ച്. എന്താണെന്നറിയോ, ഒരു കാര്യം പറയുന്നത് ഏറ്റെടുത്തു. ഒന്ന്, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ണം ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആ നബിയുടെ 1500-ാമത്തെ ജന്മദിനം വരുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകും. പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. മുത്തുനബിയോടുള്ള പ്രേമത്താൽ ഈ ചെലവഴിക്കുന്ന ഓരോ സംഖ്യയും പ്രിയപ്പെട്ടവരെ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അത് ഉറപ്പാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, അല്ലാഹു ചെയ്യുന്ന, മലക്കുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മോട് ഖുർആൻ കൽപ്പിച്ചത് നബി തങ്ങളെ സംബന്ധിച്ചാണ്. ഇനി നമുക്ക് 300 കിലോ ഇറച്ചി വേണം. ഒരു 50 കിലോ 25 കിലോ 10 കിലോ ഇറച്ചികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നേർച്ചയുടെ കാര്യം കഴിയും. ഒരു 50 കിലോ ഇറച്ചി കഴിയുന്ന, ഞാൻ നിർബന്ധിച്ച ആരോടും പറയില്ല, വേണ്ട, അത് കഴിയുന്ന 25 കിലോ ഇറച്ചി ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന സാമ്പത്തികമായിട്ട് ഇരിക്കാനില്ല. 25 കിലോ മാംസം അല്ലേ മുസ്തഫ 25. അൽഹംദുലില്ലാഹ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കണേ റഹ്മാനേ. അർഹമായ പ്രതിഫലം ഈ ലോകത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ മുത്തുനബിയുടെ ഹുബ്ബ് ഈ 6-7 ചാക്ക് ആളുകൾക്കും, അജന്ന ആളുകൾക്കും, ഈ എഴുതുന്നവർക്കൊക്കെ വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്തിട്ട് നമ്മൾ പിരിയോടും ഇൻഷാ അല്ലാഹ്. അടുത്ത ആരാണ്? ഒരു 25 കിലോ ഇറച്ചി, അതാ സലാം അല്ലേ, അതാ 25 കിലോ മാംസം. അൽഹംദുലില്ലാഹ്, തിങ്കൾ വാനിലോ ബീച്ചു ആവാതാമിൻ താഴ്വരയിൽ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. 25 കിലോ. ഇനി ആരാ മുഅ്മിനീങ്ങളെ 50 കിലോ. അൽഹംദുലില്ലാഹ്, അവിടെ 50 കിലോ
50 കിലോ മക്കളാണ് മരണപ്പെട്ടു പോയ ആ പിതാവും മാതാവൊക്കെ അടക്കമുള്ള ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. നീ ഖബറിലേക്ക് അതിന്റെ തവാബിനെ എത്തിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചെയ്ത ആളുകൾ ഒരുപാട് ആളുകൾ അരിയായിട്ടും മാംസമായിട്ടും തന്നു റബ്ബേ. മുത്തുനബിയോടുള്ള പ്രേമം കാരണമാണ് തരുന്നത്. അതിന്റെ തവാബിനെ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ചെയ്യാം. 5 കിലോ പറഞ്ഞു, 5 കിലോ പറഞ്ഞു. അൽഹംദുലില്ലാ. എല്ലാവരും 50, 25 തരുന്ന ആളുകൾ ഒരു കിൻഡൽ തരാൻ ശ്രമിച്ചു തരാം, ഒരു കുഴപ്പമില്ല. 100, 105 വേറെ 10 കിലോ 10 കിലോ മുഅ്മിനീങ്ങളെ അതാ ആ 10 മനാഫ് 10 കിലോ. അൽഹംദുലില്ലാ. സലാമത്ത് 10 കിലോ പറയും. സലാം 10 കിലോ. പിന്നെ നിങ്ങൾ ആരും എണീറ്റ് പോണ 10 ലക്ഷം എണീറ്റ് പോരുതാരും. പിന്നെ അടുത്തത് പറയും 10 കിലോ സലാം 125 കിലോ 10 കിലോ 10 കിലോ. അൽഹംദുലില്ലാ. 135. 300 ഇറച്ചി നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ വിചാരിച്ച 5 3000 രൂപ 10 കിലോ 10 കിലോ 3000 രൂപ 145. അൽഹംദുലില്ലാ. അത് പെട്ടെന്ന് എളുപ്പം തന്നെ ഇവിടുന്ന് ആകും. നമ്മൾ വേറെ പുറത്തുപോയിരിക്കൊന്നും വേണ്ട. പിന്നെ നമ്മളെ പരിപാടി നടത്താൻ നമുക്ക് ഓരോ വീട്ടുകാർ ഇവരല്ലാത്ത വീട്ടുകാരും മിനിമം 500 രൂപ വെച്ച് തരാം. എന്നാൽ നമ്മുടെ പരിപാടി ഭാഗത്തായി എല്ലാ വർഷവും 2 ആളായി ജയിച്ചിട്ട് ആരാണ്? നാസർ റഫീഖ്. അതാ ബാങ്കിൽ. ഇനി ആരെങ്കിലും ഇവിടെ 25 കിലോ ഇറച്ചി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ 25-50 കിലോ എന്ന് പറയും. 10 കിലോ 10 കിലോ. അൽഹംദുലില്ലാ. പിന്നെ മുഹമ്മദിക്ക് 5 കിലോ അല്ലേ? 5 കിലോ അല്ലേ? അൽഹംദുലില്ലാ. പിന്നെ 1000 രൂപ സിദ്ദീഖ് നിങ്ങളാ? PC സിദ്ദീഖ് 1000 രൂപ. പിന്നെ അതെ. പിന്നെ 10 കിലോ ഇറച്ചി. എന്താ പേര്? ഫഹദ്. അൽഹംദുലില്ലാ. ആരൊക്കെ? അനസും ഫാരിസും. അൽഹംദുലില്ലാ. പാണക്കാട് അനസും ഫാരിസും 10 കിലോ. രണ്ടാൾ 10 കിലോ അല്ലേ? 10. അൽഹംദുലില്ലാ. അടുത്തത് കുരിക്കൽ ഹാരിസ് 10 കിലോ. കുരിക്കൽ ഹാരിസ് 10 കിലോ. അൽഹംദുലില്ലാ. 175 ഒക്കെ. അടുത്തത് ആമീന പൂവേ പൊന്നുമ്മ ആലത്തിൻ മുത്തേ അൽഹംദുലില്ലാ. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. 50 കിലോ ഇറച്ചി. അൽഹംദുലില്ലാ. നീ കബൂലാക്കണേ റഹ്മാനേ. ഞാനിത് വീണ്ടും പറയണം, ഈ പരിപാടിക്ക് വേണ്ടി നല്ല നിയ്യത്തോടുകൂടി. കാരണം നമുക്കൊരാൾക്ക് വേണ്ടി ചെലവഴിക്കാനുണ്ടെങ്കിൽ അത് മുത്തു മുഹമ്മദ് മുസ്തഫ ശറഫുക 10 കിലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ചെയ്യുന്ന ആളുകളുടെ ജോലികളുണ്ട്, കച്ചവടമുണ്ട്, അതുപോലെ പല ബിസിനസ് നടത്തുന്ന ആളുകളുടെ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചവരാണ്. അവരാണ് പഠിച്ചവരെ. ഒരുപാട് ആളുകൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്ന, പല ജോലികൾ ചെയ്യുന്നവർ, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇരു ലോകത്തും ഇത് കാരണം അവർക്ക് എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. പാണക്കാടൻ അലിക്ക 10 കിലോ. പാണക്കാടൻ അലിക്ക 10 കിലോ. അലിക്ക 10 കിലോ ഇറച്ചി. അൽഹംദുലില്ലാ. പിന്നെ അൽഹംദുലില്ലാ. പിതാവിന്റെ രോഗം മാറാൻ 25 കിലോ ഇറച്ചി.
മുഹമ്മദ് അസീസ്. അറിയില്ല അതൊക്കെ 5 കിലോ PCSS അൽഹംദുലില്ലാഹ് 270 ആയിപ്പോ കണക്ക് പ്രകാരം അൽഹംദുലില്ലാഹ് 2-3 കൂടി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരു 10 കിലോ പറഞ്ഞാൽ നമുക്ക് നിർത്താം. 5 കിലോ അൽഹംദുലില്ലാഹ്. സമയത്ത് ചേക്കുക എത്രയാണ്? 20 കിലോ അല്ലേ? അൽഹംദുലില്ലാഹ് ഏകദേശമായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പങ്കെടുക്കാൻ പ്രസിഡന്റ് 5000 തരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5000 പറഞ്ഞത് സൈനുദ്ദീൻക്ക് 5000 പറഞ്ഞു. 5000 പറഞ്ഞില്ല നേരത്തെ? അതെ 5000 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ആരാ പറഞ്ഞിട്ടുണ്ട്? ഒരിക്കൽ അംസക്ക് 5000 പറഞ്ഞു. 2000. പിന്നെ PC യൂസ്ഫക്ക് 1000. PC യൂസ്ഫക്ക് 1000. പിന്നെ വാപ്പുട്ടിക്ക 3000. ഇബ്രാഹിം തണ്ടോട്ടിൽ ആലിക്കുട്ടിക്ക് 500 കിട്ടി. PC വാപ്പുക്ക PCM ബ്രദേഴ്സ് 1000 കിട്ടി. പ്രസിഡന്റ് 5000 കിട്ടി. വാളക്കോട് നമുക്ക് 5000. നാസർ 2000. പുലാപ്പറ്റ സലാം 500. പുലാപ്പറ്റ സലാം 500 കിട്ടിയിട്ടുണ്ട്. പൈസ കിട്ടി. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പഠിക്കണ്ട, അല്ല എഴുതിട്ട് പോവാ. പറഞ്ഞാൽ മതി പറയാം. വേഗം പറഞ്ഞു. 1000. മുഹമ്മദ് ചോലയിൽ 500. ഒരു സഹോദരൻ 2000. ഷെരീഫ് നാസർ തറയിൽ 500. മുഹമ്മദിക്ക് 500 തന്നിട്ടുണ്ട്. തലകുത്തി വാപ്പുട്ടിക്ക് 500 തന്നിട്ടുണ്ട്. അസീസിയക്ക് 1000. തന്തോട്ടിൽ മുഹമ്മദ് 1000 രൂപ തന്നിട്ടില്ല. യൂനുസ് 1000. മഹമൂദ് ഉസ്താദ് 1000 തന്നു. ഷാജഹാൻ 2000. കാസി തന്തോട്ടിൽ 500 തന്നു. ആര്? മഹമൂദിക്ക് 500 തന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് പിന്നാക്ക നോക്കി എല്ലാവരും ഇവിടെ എല്ലാവരും പങ്കെടുക്കുക. അത് ഞാൻ പറഞ്ഞില്ല, ഈ കൊല്ലം നമ്മളിപ്പോ എനിക്കൊരിക്കലും ഇങ്ങനെ നാസർ അപ്പക്കാടൻ 500. നാസർ 500. ഹംസ മുസ്ലിം നമ്മളെ അമീദ് 500 കിട്ടിയിട്ടുണ്ട്. അമീദ് PP 500. ഹംസ 1000 കിട്ടി. ഹസൈന റഷീദ് 500. പിന്നെ അബ്ദുള്ള 500. PC മുഹമ്മദ് 500. അൽഹംദുലില്ലാഹ് എന്തൊരു ഉഷാറിലാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. 5 മിനിറ്റ് ഒരു സഹോദരൻ 1000. അബ്ദുൽ കരീം 500. അബ്ദുൽ കരീം KS കരീം ലോഡിംഗ് വാപ്പോക്ക അല്ലേ 500. അബ്ദുറഹ്മാൻ 500 കിട്ടി. സുബൈർ തുമ്പക്കുഴി 2000 തന്നിട്ടില്ല. അതൊക്കെ തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും പൈസ അനസ് പാർക്കത്തോടി 500. ഇനി ഇപ്പൊ ഈ പറയാത്ത ആളുകളൊക്കെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ല പേര് മുഹമ്മദ് മുഹമ്മദ് അലി. പൈസ നെല്ലിക്കുറിശി
മുജീബ് മുജീബ് എത്ര? 1000 രൂപ. മുജീബ് 1000 രൂപ. പാർക്കത്തോടെ 500 കിട്ടി. വാർക്കത്തോടെ കരിയും 500 കിട്ടി. പിന്നെ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ബില്ലോട് കൊടുത്തു നോക്കാം. മിർസാൻ 500 ഇവിടെ കിട്ടിയിട്ടുണ്ട്. മിർസാൻ അൽഹംദുലില്ലാഹ് നമ്മൾ ദുആ ഇൻഷാ അല്ലാഹ്. ഇനി ഇല്ലാത്ത ആളുകൾ പൈസ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എടുക്കണം. അത് നിങ്ങളെ ഏൽപ്പിച്ച് നമ്മളെ മഹൽ 40 ദിവസം പോകുന്നുണ്ടാവും. മഗ്‌രിബിന്റെ ശേഷമായിരിക്കും ഉണ്ടാവുക. അത് ഷിഹാബ് 500 തണ്ടോട്ടിൽ 500. അപ്പൊ ഈ 40 ദിവസം മൗലൂദ് അത് നിർബന്ധമായിട്ടും ചെയ്യാം. ഒരു യാത്ര മൗലൂദ് ഓതിയിട്ട് ആ ഹുബ്ബ് നമ്മൾ പ്രകടിപ്പിക്കണം. നല്ല ഭക്ഷണം ഉണ്ടായി കൊടുക്കുക. കഴിയുന്നവർക്ക് ഒരു ദിവസം നമ്മുടെ നാട്ടുകാരെ വിളിച്ച് ഉസ്താദുമാരൊക്കെ വിളിച്ച് അയൽവാസികളെ വിളിച്ച് മൗലിദ് സദസ്സ് സംഘടിപ്പിക്കാം. അതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ബറക്കത്താണ്. റബീഉൽ അവ്വൽ മാസത്തിൽ അതിനെല്ലാവരും ഒരു ദിവസം വിളിച്ചാൽ പറ്റൂല. ഉസ്താദുമാരൊക്കെ വേണേ മുൻകൂട്ടി വന്ന് പറഞ്ഞ് എന്നാ ഒഴിവുള്ളത് അന്വേഷിച്ചുകൊണ്ട് ഒരു സദസ്സ് സംഘടിപ്പിക്കാം. മൗലിദിന്റെ സദസ്സ് ഒരു ഇഷ്ക് മജ്ലിസ് പോലെ ആ മൗലിദ് ഓതിയിട്ട് ആ വീട്ടിൽ നല്ല ദുആ നടത്തിയാൽ അതൊരു ബറക്കത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ആ വീട്ടിൽ ഒരു ബറക്കത്ത് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അല്ലാഹു ലോകം സൃഷ്ടിച്ച ഏത് വസ്തു എടുത്തോട്ടെ അതിൽ ഒന്നാം സ്ഥാനം അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ നബിയുടെ പേരിൽ നിങ്ങൾ എന്ത്